ഓൺലൈനിൽ എപ്പോഴെല്ലാം ഈ ധ്യാനം കൂടുന്നുവോ അവരെല്ലാവരും ലക്ഷക്കണക്കിന് ദൈവത്തിൻ്റെ മക്കള് ഏത് സമയത്തും അഭിഷേകത്താൽ നിറയാൻ ഉടമ്പടി ആരാധനയെ ദൈവം സ്വർഗത്തിൻ്റെ ഉപകരണമാക്കിയിരിക്കുന്ന കൈയടിച്ച് കർത്താൻ സ്വരലി. ഈ ഉടമ്പടിയിൽ നമ്മൾക്ക് അതായത് ആശയപരമായി ദൈവദേശത്തിന് ഉടമ്പടിയിലാകുന്ന ഒത്തിരിയേറെ ദൈവിക പരിക്രമങ്ങളുണ്ട്. ആശയപരമായി നമ്മളിപ്പോൾ വരുമ്പോൾ പ്രായോഗികമായി ഉടമ്പടിയിലാകുകയാണ്. ആശയപരമായ ഉടമ്പടിയിലാകുന്നതും ദൈവം അംഗീകരിക്കുന്ന ഒരു ദൈവികമായ അടയാള പദ്ധതിയാണ്. കാരണം ഈ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായി. തൃശ്ശൂരിൽ നിന്ന് സവിത എന്നൊരു മോള് സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ അവരുടെ പ്രശ്നമെന്ന് പറയണത് മാരകമായ വയറുവേദനയുടെ മകന്, അവന് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചാണ്. മാരകമായ വയറുവേദന എന്ന് വെച്ച് കഴിഞ്ഞാൽ വയറുവേദന വന്നാൽ നിൽക്കത്തില്ല, ഒരു ഭക്ഷണവും കഴിക്കാൻ പറ്റത്തില്ല. തന്നെയാണ് അമ്മ മക്കളെ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ അതുപോലെ കുഞ്ഞിന് സങ്കടവും ഭക്ഷണവും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയപ്പോൾ അമ്മയുടെ ജീവിതം തീർന്നു. ഇവനോ ഓർത്തിട്ടുള്ള വിഷമവും വേവലാതിയുമായിട്ട് ജീവിക്കുകയാണ്. അത് നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവും അത് കേട്ട് കഴിഞ്ഞാൽ. നിങ്ങളുടെ മക്കൾക്ക് രോഗം വരുമ്പോൾ, പക്ഷെ അത് മാറാത്ത രോഗങ്ങളൊക്കെ വരുമ്പോൾ നമുക്കിപ്പോൾ മാറും, ഏതെങ്കിലും മരുന്ന് കഴിച്ചാൽ മാറും എന്നൊക്കെ ഒരു ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പ് പോയി. അതോടുകൂടി ഇവരുടെ പിടിവിട്ടു പോയി. നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, പിടിവിട്ടു പോകുന്ന ഒരു അവസരം വരും. പിടിവിട്ട് ജീവിതത്തിലുണ്ടാവും. ഉടമ്പടിയിലായിരിക്കുമ്പോഴും ഉണ്ടാവും, ഉടമ്പടിക്ക് മുമ്പും ഉണ്ടാവും. പിടിവിട്ട് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു വിശ്വാസികളുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിശ്വാസികളുടെ ഒരു ഗുണമെന്ന് പറയണത്, നിങ്ങൾ പിടിവിട്ട് പോകുമ്പോൾ എല്ലാം തീർന്നെന്നല്ല വിചാരിക്കേണ്ടത്. എപ്പോഴും നിങ്ങൾ പറയും 21 ലക്ഷം ആൾക്കാരെ കണ്ണുനീര് നേരെ കേട്ടിട്ടുള്ള ആളാണ്. അപ്പോൾ എനിക്ക് ലക്ഷക്കണക്കിന് മനുഷ്യർ 10-32 വർഷമായി ഞാൻ ഈ ശുശ്രൂഷ തുടങ്ങിയിട്ട്. അപ്പോൾ പിടിവിട്ട് പോകുമ്പോൾ നിങ്ങൾ ഓർക്കരുത് എൻ്റെ പിടിവിട്ട് പോകുമെന്ന് ഓർക്കരുത്. പിടിവിട്ട് പോകുമ്പോൾ കർത്താവ് എൻ്റെ കയ്യെ പിടിച്ചിരിക്കണം എന്ന് ഓർക്കണം. കൈയിട്ടിച്ച് ശ്രദ്ധിക്കണല്ലേ. അതാണ് ഈ പറയുന്നത്, he have uphold me in the victorious with the victorious right hand. Take the word of God, Isaiah 41:10. അതാണ് അവൻ്റെ വലത് കരത്താൽ അവൻ എന്നെ താങ്ങി നിർത്തിയിരിക്കുന്നതെന്ന്. അപ്പം നമ്മുടെ പിടി ഇപ്പം മരുന്നിനിയില്ല, ഈ രോഗത്തിന് മരുന്നില്ല എന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ ജീവിതം തീർന്നെന്നല്ല വിചാരിക്കേണ്ടത്. ഞാൻ എൻ്റെ ജീവിതം എൻ്റെ സൃഷ്ടാവിൽ ആരംഭിക്കാൻ പോകുന്ന കൈയടിച്ച് ശ്രദ്ധിക്കണല്ലേ. നമ്മളിങ്ങനെ ആരാധനയിൽ പോകുമ്പോൾ നമ്മുടെ ആരാധനയിൽ ഈശോ എന്നാ ചെയ്യണത്? വചനം പഠിപ്പിക്കും, വചനം വ്യാഖ്യാനിച്ച് തരും, വചനം പ്രാർത്ഥിപ്പിച്ച് തരും, വചനം പാട്ടാക്കി മാറ്റി തരും. ഇതൊക്കെ എന്തിനാ? ഇത് കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോഴും ഇതുപോലെ ആരാധന ഇരുന്ന് കൂടുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട്. ആരാധന ഇരുന്ന് കൂട്ടമായിട്ട് ആരാധന, അയൽവാസികളെല്ലാം ഉടമ്പടി എടുത്തുള്ളവരെല്ലാം ഒരുമിച്ചൊരു ദിവസം ഫിക്സ് ചെയ്തിട്ട് വന്ന് മൊബൈൽ TV കണക്ട് ചെയ്ത് ആരാധന, ഈ നമ്മുടെ സാരി തലപ്പൊക്കെ പള്ളിയിലിരിക്കുന്ന പോലെ ശിരസ് മൂടിക്കൊണ്ട് TV ആരാധന, ഉടമ്പടി ആരാധന കൂടുന്നവരുണ്ട്. ഉടമ്പടി ആരാധന എന്ത് സംഭവിക്കാമെന്നൊക്കെ പറഞ്ഞു, എന്ത് സംഭവിക്കാമെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇപ്പം ഷാലോൺ TV പോലും ആരാധന കൂടുമ്പോൾ കർത്താവിൻ്റെ കൈകൾ നീണ്ടു വന്നിട്ട് മാരകരോഗങ്ങൾ സുഖപ്പെട്ട സാക്ഷ്യങ്ങൾ ഇവിടെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഈ നമ്മുടെ സവിതയുടെ അവസ്ഥ എന്താ? സവിതയുടെ മകൻ അവർ ഇങ്ങനെ ഉടമ്പടി ആരാധന, ഇപ്പം അവർക്ക് അവിടെ നിലവിട്ട് പോയില്ല, പിടിവിട്ട് പോയില്ല. അവർ പിടിവിട്ട് പോയെങ്കിലും ഇനി മരുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ടും കുഞ്ഞിൻ്റെ ഈ മരണം വരെ ഇങ്ങനെ ആയിരിക്കുമോ? ഞാൻ മരിച്ചാലും കുഞ്ഞിനെ വേദനയുമായിട്ട് കുഞ്ഞ് തുടരേണ്ടി വരുമോ? ഇങ്ങനെ വല്ലാത്ത ചിന്തകളെല്ലാം ബാധിച്ച് ഒരുതരം ഭ്രാന്തി പിടിച്ച അവസ്ഥയിൽ സങ്കേതം, അത് ഭ്രാന്ത് കണ്ണീരായിട്ട് ഇങ്ങനെ ഒഴുകി. അത് അപ്പോഴും ഇവിടെ ഉടമ്പടി ആരാധന കൂടുന്നുണ്ട്. ഉടമ്പടി എടുത്തിട്ടില്ലേ ആള്? അതാണ് രസം. അതാണ് ഞാൻ പറഞ്ഞത്, ആശയപരമായ ബന്ധമെന്ന് ഉടമ്പടി എന്ന് പറഞ്ഞത് അതാണ്. നമ്മൾ ചിലപ്പോൾ ഉടമ്പടി എടുത്ത് കാണത്തില്ല, പക്ഷെ നമ്മൾ ഉടമ്പടിയുടെ ഉപ്പ് ചില ആൾക്കാർ ഉപയോഗിക്കും, ആരെങ്കിലും നാത്തുമാരെ ബന്ധുക്കളെ തരുന്ന ഉപയോഗിക്കും. അവരത് വിശ്വസിച്ചില്ലേ, അപ്പോൾ അതിന് ആശയപരമായിട്ട് അവർ ഉടമ്പടിയുടെ കണക്റ്റായി. ഉടമ്പടിയിലുള്ള എല്ലാ വാഗ്ദാനങ്ങൾക്കും അവർക്ക് യോഗ്യതയായി. ആരും വിശ്വാസങ്ങളല്ല ബന്ധമെന്ന് പറയുന്നത്. പാലം എന്ന് പറയുന്നത്, ബ്രിഡ്ജ് എന്ന് പറയുന്നത് എന്താ? അക്കരെ ഇക്കരെ ഒരു നദി ഒഴുകുന്ന ദൈവം ഇക്കരെയും നമ്മൾ അക്കരെയുമാണെങ്കിൽ ഇതിൻ്റെ പാലമെന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും പറഞ്ഞാൽ വിശ്വാസം തന്നെ പാലം. ചിലത് അടിപ്പാലമുണ്ട്, ചില കോൺക്രീറ്റ് പാലമുണ്ട്, പല പാലങ്ങളേ ഉള്ളതേ ഉള്ളൂ. തടിപ്പാലമൊക്കെ കുറച്ച് കഴിയുമ്പോഴൊക്കെ ഉടഞ്ഞു പോകും, മഴയൊക്കെ കൊണ്ട് കഴിയുമ്പോൾ കണ്ടിച്ചൊക്കെ പോകും. നല്ല കോൺക്രീറ്റ് പാലമുള്ള ആൾക്കാരുണ്ട്. വിശ്വാസം സ്ഥാപിച്ചാൽ പിന്നെ അത് പോകത്തില്ല.
അതായത് അത് തന്നെ അതുപോലെ തന്നെ നിൽക്കും. പിന്നെ അതിനെ മെയിൻ്റെനൻസ് ചെയ്ത് എടുക്കുകയുള്ളൂ. അപ്പോൾ ഇവർ ഇങ്ങനെ കുഞ്ഞപ്പുറത്ത് കളിക്കുക വേറെ എന്തോ എടുക്കാൻ വേണ്ടി കുഞ്ഞ് ഫ്രീ ആണ്, അമ്മയുടെ അടുത്ത് ഇല്ല. അപ്പോൾ ഇവർ അമ്മ ഇരുന്നുകൊണ്ട് ടി വിയിൽ യൂട്യൂബ് കണക്ട് ചെയ്തിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ആരാധന കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആരാധന കൂടുന്നതിനേക്കാൾ ഉപരി ഇവർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരാധനയും കരച്ചിലും ഒരുമിച്ച് പോവുകയാണ്. കാര്യം ദൈവത്തോടല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ഇങ്ങനൊരു അവസ്ഥ ചെന്ന് കഴിഞ്ഞാൽ വേറെ എല്ലാവരും പറയാൻ പറ്റുമെങ്കിൽ അവർക്ക് ഒരു മാനുഷികമായ സഹതാപം തരികയല്ലേ ഉള്ളൂ. എനിക്ക് തോന്നിയിരിക്കുന്നത് ഞാൻ ഈ മാനുഷ്യ ബന്ധങ്ങൾക്ക് ഒരു പരിധി കഴിഞ്ഞാൽ ഞാൻ എതിരാണ്. മാനുഷ്യ ബന്ധങ്ങൾക്ക് ഒരു പരിധി കഴിഞ്ഞാൽ ഞാൻ എതിരാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മനഃപൂർവ്വം മനുഷ്യനെതിരായിട്ടല്ല, നിങ്ങളെ റിലേ ചെയ്യുന്ന ആൾക്കാരെ അവർക്ക് ദൈവവുമായിട്ട് ബന്ധമില്ലെങ്കിൽ നിങ്ങൾ പണി മേടിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ആൾക്കാർക്ക്, നിങ്ങൾ സമയം കൂടെ ചിലവഴിക്കുന്ന ബന്ധുക്കൾക്ക്, സ്വന്തപ്പെട്ടവർക്ക്, ഫ്രണ്ട്സിന് അവർക്ക് ദൈവവുമായിട്ട് ബന്ധമില്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും പണി മേടിച്ചിരിക്കും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മാത്രം പാഠം പഠിക്കുകയും പരീക്ഷ എഴുതാൻ വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവ പാഠങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല. അതാണ് പ്രശ്നം. അവർ സ്കൂട്ടാകും, അവരുടനെ സ്കൂട്ടാകും. അത് അവർ നിങ്ങളുടെ ഒരു നിർണായക ഘട്ടത്തിൽ നിങ്ങളെ വിട്ടും വെച്ചിട്ട് അവർ പോകുന്നത് വരെ വൈ ഷുഡ് യു മെയിൻറ്റെയിൻ ദം? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. ഒരു തട്ടുകേട് നിങ്ങൾക്ക് കിട്ടണ വരെ വൈ ഷുഡ് യു വേസ്റ്റ് യുവർ ടൈം? നിങ്ങൾ എന്താ നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യണത്? അപ്പോൾ അതിന് കൊടുക്കേണ്ട പ്രാധാന്യം മാത്രം കൊടുക്കുക. ബന്ധുക്കൾ വേണ്ടെന്ന, സ്വന്തം വേണ്ടെന്ന, ഫ്രണ്ട്സ് വേണ്ടെന്നൊന്നുമല്ല ഞാൻ പറയണത്. യു ആർ ഗിവിങ് മോർ ഇമ്പോർട്ടൻസ് ദാൻ ഗോഡ്. നിങ്ങളുടെ പ്രാർത്ഥനയെ നശിപ്പിക്കുന്ന, പ്രാർത്ഥനാ ജീവിതത്തെ നശിപ്പിക്കുന്ന, വിശ്വാസ ജീവിതത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന, നിങ്ങൾ ദൈവത്തെ വളരാൻ നിങ്ങൾ അനുവദിക്കാത്ത ഒരു പിശാചിനെ, അവനത്തെ ബന്ധുവോ സ്വന്തമായിട്ട് എന്തിനാണ് തൂങ്ങിക്കൊണ്ട് നടക്കുന്നത്? അവിടുന്ന് അവരെ വിട്ടേക്കൂ എന്ന് കർത്താവ് പറഞ്ഞില്ലേ? അവരെ വിട്ടേക്കൂ. എന്താണ് കാരണം? അവർ അന്ധരെ നയിക്കുന്ന അന്ധരാണ്. ആധ്യാത്മിക ജീവിതം, ക്രിസ്തുവായുള്ള ജീവിതം കുറേ ആൾക്കാർ വിടാതെ പറ്റത്തില്ല. അവരെ വിട്ടേക്കും. മത്തായി 15:14 അവരെ വിട്ടേക്കൂ. അവർ അന്ധരെ നയിക്കുന്ന അന്ധരാണ്. അന്ധനെ നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴും. അപ്പൊ ഇങ്ങനെ ചിലപ്പോൾ നിങ്ങളുടെ കൂടെ ദൈവത്തിൽ നിങ്ങളെ വളർത്താത്ത, ദൈവത്തെ കാണാത്ത എല്ലാ മനുഷ്യരും അന്ധരാ. സംശയം ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ ടി വിയിലും അതുപോലെ സോഷ്യൽ മീഡിയയിലും ഒക്കെ ഇപ്പോൾ ലോകം മുഴുവൻ സഞ്ചരിച്ച് എന്താ പറയണ, ഭൂമിയിൽ ഒരു വഴക്കം ചെയ്യാൻ ദൈവത്തിന് എന്തിനാണ് മുകളിൽ എന്ത് വഴക്കം ചെയ്യുക? അപ്പോൾ അതൊക്കെ ബോധമില്ല. ദൈവത്തെക്കുറിച്ച് അറിയത്തില്ലേക്ക്. ദൈവത്തെക്കുറിച്ച് അറിയാത്തവർക്കോ പ്രാർത്ഥിക്കാത്തവർക്കോ ദൈവത്തെക്കുറിച്ച് പറയാൻ എന്ത് അവകാശം? അത് പ്രാർത്ഥിക്കുന്നവരുടെ, വിശ്വസിക്കുന്നവരുടെ അവകാശമാണ് ദൈവത്തെക്കുറിച്ച് പറയുക. ശ്രദ്ധിക്കട്ടെ. അപ്പോഴേ ഇതുപോലെയുള്ള ഒരു ടൈമില്ലേ, അതായത് പിടിവിട്ട് പോകുന്ന ടൈം, അതെന്തിനാണ്? നമ്മൾ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി. അപ്പോൾ ഈ ചേച്ചി എന്താ ചെയ്യണം? ഇപ്പം മകൻ്റെ കാര്യം ജീവിതത്തിൽ പിടിവിട്ട് പോയ അവസ്ഥയെ ഇനി എന്ത് ഷി ഹാസ് നോ ഐഡിയ. ഇനി എവിടെയാണ് പോകേണ്ടതെന്ന്, റിലേ ചെയ്യേണ്ടതെന്ന്, ആശ്രയം വെക്കേണ്ടതെന്ന് അറിയാതെ അന്താളിപ്പും അമ്പരപ്പുമായിട്ട് ഈ ഒരമ്മ വേദന കൊണ്ട് ആരാധന കൂടുകയാണ്. കൂടുന്ന സമയത്ത് പെട്ടെന്ന് അപ്പുറത്തെ മുറിയിൽ എന്തോ എടുക്കാൻ പോയ മകൻ പെട്ടെന്ന് ഓടി വന്ന് ഇവരുടെ മടിയിൽ കയറിയിരിക്കും. ഈ 7ാം ക്ലാസ്സുകാരൻ, അമ്മ എൻ്റെ വയറുവേദന പോയെന്ന് പറഞ്ഞു. പെട്ടെന്ന് അതെന്താ? അപ്പം നിങ്ങളിപ്പോൾ കൈയടിച്ചില്ലേ? അവരത് വിശ്വസിച്ചില്ല. കാര്യം എന്താണ്? ഇവനിങ്ങനെ ഇടയ്ക്ക് വേദന വരാതിരുന്നിട്ട് പിന്നീട് വൈകുന്നേരം ആകുമ്പോൾ കിടന്ന് പോകാൻ തുടങ്ങും. അമ്മേ വേദനേ എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങും. അതുകൊണ്ട് അവർക്കൊരു സന്തോഷം ഉണ്ടായില്ല. അപ്പോൾ ഇല്ലമ്മ എനിക്കിനി വേദന വരത്തില്ല. അപ്പോൾ ഇവന് ഉള്ളിൽ ബോധം ഉണ്ടായി. അത് ദൈവം കൊടുത്ത ഒരു ബോധമാണ്, ഇനി അവന് വേദന വരത്തില്ലെന്ന്. അവനെ പറയാൻ കാര്യം. അപ്പോൾ എന്ത് സംഭവിച്ചില്ലെന്ന് അമ്മ ചോദിക്കും. അപ്പോൾ പറയും, അമ്മ ഇവിടെ ആരാധന കൂടിയില്ലേ, അമ്മ കരഞ്ഞുകൊണ്ടിരുന്നല്ലേ ആരാധന കൂടിയത്. അപ്പോൾ ഒരു കൈ എൻ്റെ അടുത്ത് വന്ന്, എന്നിട്ട് എൻ്റെ വയറേൽ ഇങ്ങനെ തടയി ഇറക്കി. പിന്നെയും 3 പ്രാവശ്യം മുഴച്ചു വന്നപ്പോൾ ഈ 3 പ്രാവശ്യവും ഈ കൈ വന്ന് എൻ്റെ വയറിൽ നിന്ന് തടയി ഇറക്കി. എനിക്കപ്പോൾ വേദന പോയി, ഇനി എനിക്ക് വേദന വരത്തില്ല. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. അപ്പോൾ അവർ ഉടമ്പടി എടുത്തിട്ടില്ല. അപ്പോൾ അമ്മ, എന്നിട്ട് ഈ മകൻ അമ്മയോട് പറയും, അമ്മ ഇനി എനിക്ക് ഭക്ഷണം താ, എല്ലാ ഭക്ഷണം താ, ഞാൻ കഴിക്കാമെന്ന് പറയും. ഇവന് ആന്തരികമായ ബോധ്യം കിട്ടി. അപ്പോഴമ്മ ഇവൻ്റെ സന്തോഷം കണ്ടിട്ട് അമ്മയ്ക്ക് തോന്നി എന്തോ സംഭവിച്ചിട്ടുണ്ട്, കർത്താവിൻ്റെ മകനെ തൊട്ടിട്ടുണ്ട്, അമ്മ എൻ്റെ മകനെ തൊട്ടിട്ടുണ്ടെന്ന് തോന്നി. ഉടനെ ഇവൻ അന്ന് മുതൽ ഭക്ഷണമെല്ലാം കൊടുക്കാൻ തുടങ്ങി. ഇന്ന് വരെ
അവനൊരു വേദനയുമില്ല, എല്ലാ ഭക്ഷണം കഴിക്കുന്നുണ്ട് അവൻ. അതെന്താ സംഭവം? അത് ആശയപരമായ ഉടമ്പടിയാണ്. ഉടമ്പടിയുടെ ഭാഗമായി ഉടമ്പടി ആരാധന കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഇവർ വിശ്വാസം നിക്ഷേപിക്കും. ഇവരിവിടെ വന്നിട്ടില്ല, അവർ ഉടമ്പടി ആരാധനയിൽ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് കർത്താവ് പ്രവർത്തിക്കുമെന്ന്. അപ്പോൾ അതിൽ വിശ്വസിക്കുകയാണ്. അമ്മ അതിൻ്റെ അകത്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നാ പറ്റി? ദൈവം അത് മൊത്തമായിട്ട് അക്സെപ്റ്റ് ചെയ്തു. എന്നിട്ട് നേരിട്ട് വന്ന് നമ്മൾ ഇപ്പോൾ ഈ ഉടമ്പടിയിലൊക്കെ ഉണ്ടാകുന്ന സാക്ഷ്യങ്ങളെ സത്യം പറയാം, സഭ ഇത് ശരിക്കും തീഷ്ണമായിട്ട് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. നമ്മൾ സഭ പഠിക്കാൻ വേണ്ടിയാണ് ഇത് എപ്പോഴും പ്രത്യക്ഷീണ പ്രാർത്ഥന ചെല്ലണത്. എന്തിനാ സഭ ഇത് പഠിക്കണം? കാര്യം നമ്മൾക്ക് സാധാരണ ഈ സഭയുടെ 2000 കൊല്ലത്തിനുള്ളിൽ സംഭവിക്കാത്ത സാക്ഷ്യങ്ങളാണ് നടക്കുന്നത്. കാര്യം ടി വിയിൽ ആരാധന കണ്ടിരിക്കുക, അപ്പോൾ ദൈവത്തിൻ്റെ കൈകൾ നേരിട്ട് വരിക, എന്നിട്ട് ആ വേദനയുള്ള സ്ഥലത്ത് തൊടുക, അതിനെ പൂർണ്ണമായി സുഖപ്പെടുത്തുക. അതായത് ക്രിസ്തുവിൻ്റെ കാലത്ത് സംഭവിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഈ ഇലക്ട്രോണിക്സ് കാലത്തും സോഷ്യൽ മീഡിയയുടെ കാലത്തും അതിനെ മീൻസായിട്ട് എടുത്തുകൊണ്ട് ദൈവം തൻ്റെ ജനങ്ങളെ സന്ദർശിക്കുന്ന അതിമനോഹരമായ ഒരു സുവിശേഷ ലോകം, സുവിശേഷ ടൈം, ഒരു പ്രത്യേക ടൈം ഇവിടെ ഓപ്പൺ ചെയ്ത് കിട്ടുകയാണ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. സവിത വന്ന് ഉടമ്പടി ചെയ്യണതും ഉടമ്പടി ചെയ്തതിന് ശേഷം അവിടെ കുടുംബത്തിൽ സംഭവിക്കുന്ന വിഷയങ്ങളൊക്കെയാണ്. അതായത് അവർ ഒരിക്കലും വീട് പണിതിട്ട് പൂർത്തിയാക്കാൻ പറ്റണില്ല. ഒരു മുറി മുകളിൽ എടുക്കാൻ വേണ്ടി ഒരു 5 ലക്ഷം രൂപയോ 3 ലക്ഷം രൂപയോ കൂട്ടി വെക്കുമ്പോൾ ഉടനെ അതിന് വലിയ ആവശ്യം വരും. ഒന്ന് വീട്ടിൽ ആവശ്യം വരും, അല്ലെങ്കിൽ ബന്ധുക്കൾ ആവശ്യം. പണം ശരിയാണ് പറയില്ലേ, പണം വീട്ടിൽ ഇരിക്കണില്ലെന്ന്. എല്ലാവരുടെയും പ്രശ്നമാണത്, പണം വീട്ടിൽ ഇരിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടി പണം സ്വരുക്കൂട്ടി വെക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ വിചാരിക്കാത്ത ഒരു അനാമത്ത് ചിലവ് വരും. അങ്ങനെ മണി ഫ്ലോ തിരിച്ചൊടുക്കേണ്ട ഒരു കാലമുണ്ട്. അപ്പോൾ അവർ മടുത്ത് 3-4 പ്രാവശ്യം വീട് വെക്കാൻ ശ്രമിച്ചു. സ്വരുക്കൂട്ടി വെച്ച കാശും കൊണ്ട് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി എടുത്തും കൊടുത്തും സംഭവം അവർ അലാക്കിൽ കിടക്കുകയാണ്. അപ്പം അമ്മയോട് പറഞ്ഞു, അമ്മ വീട് പണിയണം എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ ഉടമ്പടിയിൽ. പിന്നെ ഒരു മുറിക്കാണ് ഈ ഉടമ്പടി വെച്ചിരിക്കുന്നത് അവർ. പക്ഷെ അവർ ആ സാക്ഷി നിങ്ങൾ കേൾക്കണമെങ്കിൽ ഇന്ന് പോയി അവർ പണിതിരിക്കുന്നത് മുകളിൽ 3 മുറിയാണ്. വിത്തിൻ നോ ടൈം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ദൈവത്തെ വിശ്വസിക്കാത്തവരൊക്കെ അവർക്ക് ഇതൊക്കെ ഇങ്ങനെ ആൾക്കാരെ പറഞ്ഞ് പിരികേറ്റി ഉടമ്പടി എടുക്കാൻ വേണ്ടിയുള്ള എൻ്റെ ബിസിനസ് തന്ത്രമാണെന്ന്. അങ്ങനെയുള്ള ഇഡിയറ്റ്സ് ഉണ്ട്. അതെന്നുവെച്ചാൽ ഇതൊക്കെ അച്ഛനിങ്ങനെ, ഞാൻ പറഞ്ഞത് എന്താണ്, ജനങ്ങളുടെ അനുഭവങ്ങളല്ലേ പറയണത്. അപ്പം അവരുടെ നമ്മുടെ എതിർക്കുന്നവർ പറയും ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമായിരിക്കുമെന്ന്. ഒറ്റപ്പെടലല്ല, 10 സാക്ഷ്യം വെച്ചാൽ ഒരു ദിവസം അപ്പ് ചെയ്യണത്. 10 സാക്ഷ്യം ഒരു ദിവസം അപ്പ് ചെയ്യും. 15 സാക്ഷ്യം ഒരു ക്ലസ്റ്ററായിട്ട് അപ്പ് ചെയ്ത് 25 സാക്ഷ്യം ഒരു ദിവസം. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചാൽ 10 ദിവസം ആകുമ്പോൾ 250 സാക്ഷ്യം, ഒരു മാസം 750 സാക്ഷ്യം. 750 കുടുംബങ്ങൾ പല പല ഘട്ടത്തിൽ രക്ഷപ്പെട്ടിരിക്കും. അതായത് ഇന്ന് വരെ മനുഷ്യൻ ആധ്യാത്മികമായിട്ടുള്ള ഇതുപോലെയുള്ള മാധ്യമങ്ങളിൽ ആശ്രയിച്ചിട്ട് ഇന്ന് വരെ കാണാത്ത അടയാളങ്ങളാണ് മനുഷ്യൻ കാണുന്നത്. അങ്ങനെ ആരും ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞിട്ട് ഒരു വിഡ്ഢിക്കും കൃപാസനത്തെ എഴുതി തള്ളാൻ പറ്റത്തില്ല. നിങ്ങൾ എന്ത് റാഷണലിസ്റ്റാണെന്ന് പറഞ്ഞാലും അതേസമയം തന്നെ മനുഷ്യൻ ഇന്ന് ദൈവത്തിൽ സത്യസന്ധമായിട്ടാണ് നീ വിശ്വസിക്കണത് എങ്കിൽ, സത്യസന്ധ വിശ്വസിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല, പാലമാണ് വിശ്വാസം. അത് മരപ്പാലമുണ്ട്, കോൺക്രീറ്റ് പാലമുണ്ട്. അപ്പോൾ ദൈവം നോക്കണ ചവിട്ടിയാൽ കണ്ടിക്കണത് മഴ വന്നാൽ ഉറഞ്ഞു പോകണ മരപ്പാലമല്ല. അതുകൊണ്ട് മരപ്പാലത്തെക്കൂടി ദൈവം നിങ്ങൾ നടത്തുമ്പോൾ ഓർക്കണം, ഇത് മരപ്പാലം മാറ്റാൻ സമയമായി ഒടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ. കഴിഞ്ഞ ദിവസങ്ങളിൽ വേറെ ഒരു സാക്ഷ്യം വന്ന്, ആ സാക്ഷ്യം പ്രിൻസിൻ്റെ സാക്ഷ്യമാണ്. ഇപ്പോൾ തന്നെ 10,000 പേര് ആ സാക്ഷ്യം കണ്ടു കഴിഞ്ഞു. പ്രിൻസിൻ്റെ വിഷയം എന്താണെന്നറിയാമോ? പ്രിൻസിൻ്റെ വൈഫ്, അവരുടെ പേര് സൗഭാഗ്യ. പ്രിൻസിൻ്റെ പാലക്കാട്ടുകാരാണ്. പ്രിൻസിൻ്റെ വൈഫ് സൗഭാഗ്യ പ്രിൻസിനോട് പറഞ്ഞ് നമുക്കൊന്ന് കൃപാസനത്തിൽ പോവുക. എന്താണ് നടക്കാത്ത എല്ലാ കാര്യവും അവിടെ ചെന്നാൽ മാതാവ് നടത്തുമെന്ന് പറഞ്ഞാൽ ചിരിച്ച് കളഞ്ഞു. എന്ത് വിഡ്ഢിയാണ്, പെണ്ണുങ്ങളല്ലെങ്കിലും ജന്മനായ വിഡ്ഢികളാണെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഈ പ്രിൻസ്. അത് കഴിഞ്ഞാൽ അവരെന്താ പറയണത്, നമുക്കൊന്ന് കൃപാസനത്തിൽ പോകാം, നടക്കാത്ത എല്ലാ കാര്യങ്ങളും അവിടെ മാതാവ് നടത്തുന്നുണ്ട്. പക്ഷേ വൈഫ് ഇവർ തമ്മിൽ നല്ല ടേംസാണ്. അത് കാരണം പറയും എനിക്ക് വിശ്വാസമൊന്നുമില്ല, നിൻ്റെ കൂടെ ഞാൻ വരാമെന്ന് പറഞ്ഞു. എനിക്ക് വിശ്വാസമില്ല, അവളുടെ ഒരു താല്പര്യമില്ലേ, അതുകൊണ്ട് ഞാൻ നിൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞു. പക്ഷേ എന്തിനാണ് നമ്മൾ പോണത്? അപ്പോഴേ ഇവരുടെ സൗഭാഗ്യം പറയും നമുക്ക് 6 കാര്യങ്ങൾ എഴുതാമെന്ന് പറയും. നമുക്ക് 6 കാര്യങ്ങൾ എഴുതാമെന്ന് പറയും. അപ്പോൾ പ്രിൻസ് ഇവിടെ ഒന്ന് നോക്കിയിട്ട് ഓർത്തിട്ട് 10-60 കാര്യങ്ങളുണ്ട്. 6 കാര്യത്തിൽ നിൽക്കണില്ല ജീവിതം 6 കാര്യത്തിൽ നിൽക്കണില്ല. എന്തെഴുതാനാണ്? ഒത്തിരി എഴുതണമല്ല. ഇത് ഏതാണ് പ്രധാനപ്പെട്ടത്? ഒന്നാമത് എഴുതേണ്ടത് ഏതാണ്?
രണ്ടാമത് ഏതാണ്ട് ഒന്ന് എഴുതി കൺഫ്യൂഷൻ ആയപ്പോൾ പുള്ളിക്കാരൻ 3 കാര്യം മാത്രം എഴുതി, ഒറ്റ വരിയിൽ 3 കാര്യം എഴുതി. വൈഫിനോട് പറഞ്ഞിട്ടാണ് എഴുതിയത്. 1, എന്നെ, എൻ്റെ ഭാര്യനെ, എൻ്റെ കുഞ്ഞുങ്ങളെ, എൻ്റെ അപ്പനെയും സംരക്ഷിക്കണം. 2, അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾക്ക് മാരക രോഗം വരരുത്. തീർന്നു. ബാക്കിയുള്ളത് വേറെ എടുത്ത് ജീവിക്കാൻ ദൈവം തന്ന ആരോഗ്യം കൊണ്ട്. അതാണ് മനസ്സിൽ വിചാരിക്കണത്. അതന്നാണ് ആ സാക്ഷ്യത്തിൻ്റെ പോക്ക്. അങ്ങനെയാണല്ല. ബാക്കിയുള്ളത് എനിക്ക് നല്ല മനുഷ്യൻ നല്ല ആരോഗ്യമുണ്ട്, ബാക്കിയുള്ളത് വേറെ എടുത്ത് ജീവിക്കാം. ഞങ്ങൾക്ക് എന്താ വേണ്ടത്? എൻ്റെ അപ്പനും എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ കുഞ്ഞിനും സംരക്ഷണം വേണം. രണ്ടാമത് എന്താണ്? ഞങ്ങൾക്ക് മാരക രോഗങ്ങളൊന്നും വരരുത്. പക്ഷേ അത് നല്ല എനിക്കോട് അത് എല്ലാവരും എഴുതണമെന്ന് എനിക്ക് തോന്നണം കേട്ടോ. ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയൊരു ഇൻഷുറൻസാണ് അത് മാതാവിനൊക്കെ എടുക്കുന്നത്. എല്ലാവരും അത് എഴുതണമെന്ന് എനിക്ക് തോന്നണം. സംരക്ഷണം. പിന്നെ സിത്തര എഴുതി ഉള്ള വിശ്വാസം വെച്ച് ഉടമ്പടി ചെയ്ത് വീട്ടിൽ ചെന്ന് ഇവർ പ്രത്യക്ഷയുടെ പ്രാർത്ഥന. സൗഭാഗ്യം എന്ന് പറയണത് നമ്മൾ പറയും ഒരു പ്രത്യക്ഷ കാരണം. ഇപ്പോൾ ഇന്നലെ ഒരു പൂർണിമ അങ്ങനെ ഇതൊരു പെങ്കൊച്ച് സാക്ഷ്യം ഹരിപ്പാടെന്നും 5 മണിയെന്നും പറഞ്ഞ ഒരു സമയമുണ്ടെങ്കിൽ ഞാൻ പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന ചെല്ലിയിരിക്കുമെന്ന് പറയും. അത്രയും കട്ടഡേറ്റാണ് അവർ പ്രത്യക്ഷ പ്രാർത്ഥനയാണല്ലോ ഇതിൻ്റെ ആത്മാവെന്ന് പറയണത്. ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യണത് ആദ്യം താക്കോലെന്ന് പറയുന്നത് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ്. അതാണ് ആദ്യമേ നമ്മൾ വെളുപ്പിനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന. കാര്യം മാതാവിൻ്റെ പ്രത്യക്ഷീകരണം നമ്മൾ അംഗീകരിച്ചിട്ട് സഭ അത് അംഗീകരിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന തുടങ്ങിയപ്പോഴാണ് ആ പ്രാർത്ഥനയായിട്ടാണ് മാതാവ് ഉടമ്പടി തരണത്. അപ്പോൾ ഉടമ്പടി നടക്കുന്ന എല്ലാ കാര്യവും പ്രത്യക്ഷത്തിലേക്കാണ് പോണത്, പ്രത്യക്ഷീകരണത്തിലേക്കാണ് പോണത്. പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണമായിട്ടാണ് ഇത് വരണത്, ഉടമ്പടിയുടെ ഓരോ സാക്ഷ്യവും വരണത്. അപ്പോൾ നമ്മുടെ സൗഭാഗ്യം ഇത് പറയണത് അവളെ ഒരു പ്രത്യക്ഷീകരണ പ്രാർത്ഥനയല്ല ചെയ്യണത്, അവൾ 53 പ്രത്യക്ഷീകരണ പ്രാർത്ഥനയില്ല. അതെന്താ? ഞങ്ങൾ ഇവിടുന്ന് പറയണത് ഒന്നാണ്, ഇവർ വീട്ടിൽ ചെല്ലുമ്പോൾ 53 ആക്കും എന്ന് പറഞ്ഞ് നിങ്ങളെ വീട്ടിൽ ഇപ്പോൾ 53 ആക്കരുത് കേട്ടോ. അവസാനം പ്രാർത്ഥന നിങ്ങൾക്കൊരു ഭാരമായിട്ട് വരും. മറ്റുള്ളവരെയൊക്കെ അനുകരിച്ച് പ്രാർത്ഥനയുടെ എണ്ണം കൂട്ടിയാലേ അത് ഭാരമായി. സൗഭാഗ്യക്ക് അത് അഭിഷേകമാണ്, മറ്റുള്ളവർക്ക് അതൊരു ഭാരമായിട്ട് വരും. കാരണം ദൈവത്തിൽ നിന്നൊരു അഭിഷേകം കിട്ടിയാൽ യു ക്യാൻ ഡു ഇറ്റ്. അപ്പോൾ നമുക്ക് ഭാരപ്പെടത്തില്ല. ദൈവം അത് അക്സെപ്റ്റ് ചെയ്തിട്ട് നീ എഴുതിക്കോ, നീ 53 ചെല്ലിക്കോ എന്ന് പറഞ്ഞ് ദൈവം അവനൊരു അഭിഷേകം കൊടുത്താൽ അത് ലൈറ്റ് വെയിറ്റ് ആയിട്ട് പോകും. ലഘൂകരിച്ച് പോയാൽ നമുക്കൊരു ഭാരപ്പെടാതെ നമുക്കത് ചെല്ലാൻ പറ്റും. ഭാരപ്പെട്ടിട്ട് ഒരു ആധ്യാത്മിക കാര്യം ചെയ്യരുത്. കാര്യം നിങ്ങൾ ചെയ്യണ ഭാരമില്ലാതെ ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ ചെയ്യണ ഉടമ്പടിയുടെ ഓരോ കാര്യത്തിനും ഭാരം വെച്ചിട്ടാണ് തന്നിരിക്കുന്നത്. ഭാരമുണ്ട്. എൻ്റെ പേര് സോണി മാത്യു. ഞാൻ കോട്ടയം ജില്ലയിലെ കൈപ്പുഴ എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ആദ്യമായി തന്നെ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ തിരു അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുവാനും എന്നെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോ തിരുക്കുമാരനും ആദ്യമായി തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം ഇവിടെ ആരംഭിക്കുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഡിസംബർ 16, 2024 അതിനു മുൻപ് ഞാൻ ഒരു 3-4 വട്ടം കൃപാസനത്തിൽ വന്നിട്ടുണ്ട്. ക്യാഷ്വലായിട്ട് വന്ന് നമ്മൾ നോർമൽ ചർച്ചസിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്നത് പോലെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കുർബാനയൊക്കെ കൂടി പോകുക എന്നുള്ളൊരു ഇതിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ഞാനൊരു നേഴ്സാണ്. അപ്പം ഞാൻ കുറച്ച് നാളുകളായിട്ട് ഏകദേശം ഇപ്പോൾ ഒരു 9 മാസമായിട്ട് ഞാൻ പുറത്തോട്ട് പോകാൻ വേണ്ടി ട്രൈ ചെയ്യുവാണ്. അങ്ങനെ എനിക്ക് സെപ്റ്റംബറിലൊരു ഇൻ്റർവ്യൂ വന്നു. ഞാൻ ഇൻ്റർവ്യൂ പാസ്സാവുകയും പിറ്റേ ദിവസം തന്നെ എൻ്റെ ഓഫർ ലെറ്റർ വന്നു. 20 ദിവസത്തിനകം തന്നെ എൻ്റെ COS വർക്ക് പെർമിറ്റ് എല്ലാം വന്നു. അങ്ങനെ ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. പക്ഷേ എൻ്റെ വിസയ്ക്ക് ഭയങ്കര തടസ്സങ്ങളായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അതെന്നെ ഒത്തിരി വിഷമത്തിൽ ആഴ്ത്തി. അതായത് ഒരു ഡിപ്രസീവ് സ്റ്റേജിലോട്ട് തന്നെ മാറിപ്പോയി. കാരണം എല്ലാം പോകാം, എല്ലാം റെഡിയായിരുന്നിട്ട് പെട്ടെന്ന് ഒരു നിമിഷത്തിൽ എൻ്റെ COS എക്സ്പയർ ആകുന്നു. അങ്ങനെ കുറേ പ്രോബ്ലംസ് ഇതിൻ്റെ ഇടയിൽ വന്നു. അങ്ങനെ ഇരിക്കെ ഭയങ്കര ഞാൻ ഫിസിക്കലി മെൻ്റലി ഡൗണിലായി പോയപ്പോഴാണ് ഞാൻ കൃപാസനത്തെ പറ്റി എനിക്ക് നേരത്തെ അറിയാം. കാരണം എൻ്റെ ഒത്തിരി റിലേറ്റീവ്സ് വീടിനടുത്തുള്ള ആളുകളൊക്കെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. പക്ഷേ ആരും എൻ്റെ അടുത്ത് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്താൽ ഇതിനൊരു സൊല്യൂഷൻ കിട്ടുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്നെ തന്നെ ആരോ വിളിച്ചുകൊണ്ട് വരികയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ. അങ്ങനെ ഇവിടെ വരുന്നതിൻ്റെ തലേദിവസം ഞാൻ എൻ്റെ വീട്ടിൽ മമ്മിയുടെ അടുത്ത് പറഞ്ഞു കൃപാസനത്തിൽ പോകാം, ഉടമ്പടി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ പ്രോബ്ലംസ് എല്ലാം സോൾവ് ആകുമായിരിക്കും. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഞാനും മമ്മിയും, പക്ഷേ ആരും പറഞ്ഞിട്ടോ ഒന്നുമല്ല ഞാനിവിടെ വന്നത്. എന്നെ ആരോ, പരിശുദ്ധ അമ്മ തന്നെയായിരിക്കും, എന്നെ ആരോ കൂട്ടിക്കൊണ്ട് വരികയായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തിപ്പം ഞാൻ ഒരു വട്ടം പുതുക്കി. പക്ഷേ
മാർച്ച് 16 വരെയായിരുന്നു എൻ്റെ ആദ്യത്തെ 90 ദിവസത്തെ കാലയളവ്. പക്ഷേ ആദ്യമേ ഒന്നും പ്രത്യേകിച്ച് എനിക്ക് മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ ഞാൻ ഉടമ്പടിയെല്ലാം കറക്റ്റായിട്ട്, അതായത് 100% പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഞാൻ ഫോളോ ചെയ്തു. പക്ഷേ എങ്കിലും കുറച്ചൊരു കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ കാരുണ്യപ്രവർത്തികളൊക്കെ ചെയ്യുന്നതിലായിരിക്കും. കാരണം അധികമായിട്ട് ഞാൻ അങ്ങനെ കാരുണ്യപ്രവർത്തി അങ്ങനെ ചെയ്യത്തില്ലായിരുന്നു. അപ്പോഴാണ് ജോസഫ് അച്ഛൻ പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്, ഉടമ്പടി എന്ന് പറയുന്നത് അതൊരു ചെല്ലേണ്ട ഒരു പ്രാർത്ഥനയോ അങ്ങനെയൊന്നും അല്ല, നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തിയാണ്. അത് എന്നെ ഒത്തിരി സ്ട്രൈക്ക് ചെയ്തു. അങ്ങനെ ഞാൻ കുറച്ചുകൂടെ തീഷ്ണതയോടും കുറച്ചുകൂടെ നന്നായിട്ട് കാരുണ്യപ്രവർത്തികൾ ചെയ്യാൻ തുടങ്ങി. ഞാൻ റോഡ് സൈഡിൽ ഇരിക്കുന്നവർക്ക് ഭക്ഷണം കഴിക്കുവാൻ ഒരു നേരത്തെ കഴിവില്ലാത്ത ആളുകളിലെല്ലാം പൊതിച്ചോറും പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് ആഴ്ചയിൽ 1-2 ദിവസങ്ങളിൽ ഞാൻ കൊണ്ടു കൊടുക്കുവാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതുപോലെ തന്നെ ഡ്രസ്സ് ഇല്ലാത്ത ആളുകളിലേക്ക് ഡ്രസ്സ് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ എന്നെക്കൊണ്ടാകാവുന്ന രീതിയിൽ എൻ്റെ മുൻപിൽ ഒരാൾ കൈ നീട്ടിക്കഴിഞ്ഞാൽ അയാൾ ഒരിക്കലും നിരാശയോടെ മടക്കി വിടാതെ കൊണ്ട് അയാളെ സംതൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി ഞാൻ തയ്യാറായി. അങ്ങനെയൊക്കെ ചെയ്തതിൻ്റെ ഭാഗമായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ കാരുണ്യപ്രവർത്തികളും കൂടുതൽ പ്രേക്ഷിത വേല ചെയ്തതിൻ്റെ ഫലമായി എൻ്റെ ഞാൻ ഒരു ഡേറ്റ് ഇട്ടു. മാർച്ച് 16 എൻ്റെ ആദ്യത്തെ 90 ദിവസം കഴിയും. ആ 90 ദിവസത്തിനുള്ളിൽ എനിക്ക് എന്തെങ്കിലും ഒരു തീരുമാനം, എന്തെങ്കിലും ഒരു ഇത് കാണിച്ചു തരണം. കാരണം ഞാൻ ഈ വിസ തടസ്സം വന്നപ്പം ഒരു അപ്പീലൊക്കെ ഹയർ ചെയ്തായിരുന്നു. പക്ഷേ അപ്പീലിനൊന്നും അത് ഭയങ്കര ലെന്തി ആയിട്ടുള്ള പ്രോസസ്സായിരുന്നു. പക്ഷേ ആ അപ്പീലിനൊന്നും ഒരു സൊല്യൂഷൻ ഒന്നും ഉണ്ടായില്ല. അപ്പോഴാണ് ഒരു ഫെബ്രുവരി മന്തിലൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് പുതിയൊരു ഇൻ്റർവ്യൂ വന്നായിരുന്നു. പുതിയൊരു ഇൻ്റർവ്യൂ സ്കെഡ്യൂൾ ചെയ്ത് തന്നു. അപ്പോൾ ഞാൻ എന്നാൽ അത് കുറച്ചുകൂടി നല്ല കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തെന്നാൽ ഇനി ഇതല്ലായിരിക്കും കുറച്ചുകൂടെ നല്ല എൻ്റെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നല്ല ഒരു ഇതായിരിക്കും മാതാവ് തിരഞ്ഞെടുത്തതെന്ന് പറഞ്ഞാൽ ഞാൻ അതിന് പ്രിപ്പയർ ആയിക്കൊണ്ടിരുന്നപ്പം ഒരു സുപ്രഭാതം ഒരു ദിവസം വൈകുന്നേരം ഞാൻ ഒരു സാക്ഷ്യം കേട്ടോണ്ടിരിക്കുമായിരുന്നു. ഒരു ചേട്ടൻ അതുപോലെ ഒരു വിസ തടസ്സം പുറത്തോട്ട് പോകാൻ വേണ്ടി ട്രൈ ചെയ്തിട്ട് നടക്കാണ്ട് ലാസ്റ്റ് ശരിയാവുന്ന ഒരു സാക്ഷി വരുന്നു. അത് കേട്ടോണ്ടിരുന്നപ്പോൾ എൻ്റെ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നു. ഞാനത് തുറന്നു നോക്കിയപ്പോഴത്തേക്കും എനിക്ക് COS വന്നത്. അതായത് പഴയ കമ്പനിയുടെ COS വീണ്ടും അത് എക്സ്പയർ ആയിരുന്നു. അപ്പോൾ പുതിയൊരു COS അവർ വീണ്ടും എനിക്ക് ഇഷ്യൂ ചെയ്തു തന്നു. ഒരിക്കലും ആ COS വരുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല. കാരണം ഇനി അത് ഒത്തിരി ലാഗ് ആവുന്നുണ്ടായിരുന്നു വരാൻ വേണ്ടി. ഇപ്പം പഴയ പോലെ UK വിസാസ് ഒന്നും വെക്കുന്നില്ല, COS ഒന്നും അവർ കൊടുക്കുന്നില്ല അവിടുത്തെ ഇമിഗ്രേഷൻ പ്രോബ്ലം കാരണം. അതുകൊണ്ട് എനിക്കറിയില്ല എങ്ങനെയാണ്, അതൊരു സർപ്രൈസ് ആയിരുന്നു ആ ഒരു COS വന്നത്. ഞാൻ ഈ COS കിട്ടുന്നതിൻ്റെ തലേദിവസം ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം വാങ്ങി കൊണ്ട് പോകാറുണ്ട്. എല്ലാ മാസവും ഞാൻ മുടങ്ങാണ്ട് വരും. അങ്ങനെ ഈ തലേദിവസം മാർച്ച് 6 ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പത്രം വാങ്ങിച്ചിട്ട് പോയി. അപ്പോൾ ഞാൻ ഈ ഫ്രണ്ട് വന്നിരുന്ന മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ഇരുന്നപ്പോഴത്തേക്കും എനിക്ക് നല്ല സുഗന്ധാഭിഷേകം കിട്ടി. എങ്കിലും ഞാൻ മാതാവിൻ്റെ അടുത്ത് നന്ദി പറഞ്ഞിട്ട് ഞാനന്ന് പത്രവും വാങ്ങിപ്പോയി. പിറ്റേ ദിവസമാണ് എനിക്ക് പുതിയ COS അവർ ഇഷ്യൂ ചെയ്ത് തരുന്നത്. ഞാൻ ഡേറ്റ് നോക്കിയപ്പോൾ മാർച്ച് 6. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതും എനിക്ക് സുഗന്ധാഭിഷേകം കിട്ടിയതും മാർച്ച് 6 തന്നെ. അപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചു ഇതെനിക്ക് മാതാവായിട്ട് തന്നെ കൊണ്ടു തന്നെയാണ്. പിന്നെ അടുത്ത നടപടി എന്ന് പറയുന്നത് വിസയ്ക്ക് വെക്കുക എത്രയും പെട്ടെന്ന്. അപ്പം എൻ്റെ വിസയ്ക്ക് ഡേറ്റ് കിട്ടിയത് മാർച്ച് ലാസ്റ്റ് ആയിട്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഉടമ്പടി തീർന്നായിരുന്നു. മാർച്ച് 16 വരെയായിരുന്നു ഉടമ്പടി. ഞാൻ മാർച്ച് 17 വന്ന് ഉടമ്പടി പുതുക്കി. എനിക്ക് മാതാവിനെ കയ്യിൽ വഹിക്കുവാൻ എനിക്ക് കിട്ടി. എത്രത്തോളം യോഗ്യത ഉണ്ട് എനിക്കറിയില്ല. പക്ഷേ എങ്കിലും മാതാവിനെ കയ്യിൽ വഹിച്ചപ്പോൾ എന്തെന്നില്ലാത്തൊരു അനുഭവമാണ് എനിക്ക് കിട്ടിയത്. അതോടെ ഞാൻ തീരുമാനിച്ചു എന്തായാലും ഈ വട്ടം ഞാൻ പോയിരിക്കും, മാതാവ് എനിക്ക് വിധിച്ചത് തന്നെയാണ് എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു. അങ്ങനെ ഞാൻ ഉടമ്പടി പുതുക്കി. അന്ന് തന്നെ എനിക്ക് ഡേറ്റ് കിട്ടി, വിസയ്ക്ക് ഡേറ്റ് കിട്ടി. പിന്നെ അന്നേരം ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. കാരണം ഞാൻ സെപ്റ്റംബറിൽ എൻ്റെ മെഡിക്കൽ എടുത്ത് വെച്ചതാണ്. എൻ്റെ മെഡിക്കൽ 6 മാസത്തെ വാലിഡിറ്റി ഉള്ളൂ. അത് വിസയ്ക്ക് വെച്ച് ജസ്റ്റ് 2 ആഴ്ചയും കൂടി ഉള്ളൂ മെഡിക്കലിൻ്റെ വാലിഡിറ്റി. വിസ വരാൻ 3 ആഴ്ച എടുക്കും. ഞാൻ വീണ്ടും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഏപ്രിൽ 1 മുൻപ് എനിക്ക് എൻ്റെ വിസ കയ്യിൽ കിട്ടണം. അങ്ങനെ ഞാൻ നിരന്തരമായി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എല്ലാവരും വീട്ടുകാരും എല്ലാവരും, ഞാൻ ഉൾപ്പെടെ എല്ലാവരും നിരന്തരം പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് മാർച്ച് 30 എനിക്കൊരു വൈകിട്ടൊരു 10:30 ആയപ്പോൾ ഒരു മെയിൽ വന്നു, എൻ്റെ വിസ സാങ്ഷനായി, പോകാം, ഉടനെ തന്നെ പാസ്പോർട്ട് തിരിച്ചു വരുമെന്ന്. അങ്ങനെ ഞാൻ ആരുടെ അടുത്തും പറഞ്ഞില്ല. കാരണം ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പാസ്പോർട്ട് കിട്ടുമോ എന്തെങ്കിലും. പക്ഷേ ഇതുവരെ ആർക്കും മെയിൽ വന്നതായിട്ടും അറിയത്തില്ല. ഡയറക്റ്റ് പാസ്പോർട്ട് ഓപ്പൺ ചെയ്യുമ്പോഴേ നമുക്ക് വിസ വന്നോ ഇല്ലയോ എന്ന് അറിയത്തുള്ളൂ. പക്ഷേ അതും ഒരു സർപ്രൈസിങ് ആയിരുന്നു. മാതാവിൻ്റെ ഒരു വലിയൊരു ഇടപെടലായിരുന്നു. എനിക്ക് നേരത്തെ ഒത്തിരി ടെൻഷൻ ആവണ്ടെന്ന് കരുതിയായിരിക്കും മാതാവ് എനിക്ക് നേരത്തെ ഒരു മെയിലിലൂടെ എന്നെ ആശ്വസിപ്പിച്ച് വിസ സെറ്റായി എന്ന് പറഞ്ഞ്. അങ്ങനെ പിറ്റേ ദിവസം ആരോടും പറയാണ്ട് ഞാൻ കൃപാസനത്തിൽ പോകുവാന്ന് പറഞ്ഞ് വന്നു. ഇവിടെ വന്ന് മാതാവിനെ കാണിച്ചു, ഞാൻ നന്ദി പറഞ്ഞു. അതിനുശേഷമാണ് ഞാൻ എൻ്റെ വീട്ടിൽ പോലും വിളിച്ച് പറയുന്നത് ഇതുപോലെ വിസ വന്നു.
എന്നത്. പിന്നെ 2 ദിവസം പിന്നെ പാസ്പോർട്ടിന് വേണ്ടിയുള്ളൊരു കാത്തിരിപ്പായിരുന്നു. അന്നേരവും 3-4 ദിവസം അവധികൾ UK-യിലും നാട്ടിലും ഒക്കെയായിട്ട് ശനിയും ഞായറും എല്ലാം അവധി വന്നുകൊണ്ട് പാസ്പോർട്ട് കിട്ടാനും ലേറ്റായി. ഞാൻ 1-ാം തീയതിയാണ് ഡേറ്റ് ഇട്ടത്. അപ്പോൾ 1-ാം തീയതി പാസ്പോർട്ട് കിട്ടില്ലെന്ന് മാതാവിന് അറിയായിരിക്കാം. അതുകൊണ്ടായിരിക്കാം എനിക്ക് മാർച്ച് 30-ാം തീയതി മെയിൽ തന്ന് എന്നെ ആശ്വസിപ്പിച്ചത്. അങ്ങനെ ഏപ്രിൽ 3-ാം തീയതി എൻ്റെ വിസ അടിച്ച് എൻ്റെ പാസ്പോർട്ട് കൈകളിൽ വന്നു. പിന്നെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറയുമായിരുന്നു, എനിക്ക് വിസ അടിച്ച് കിട്ടുമ്പോൾ എൻ്റെ പാസ്പോർട്ടിൻ്റെ 7-ാമത്തെ പേജിൽ തന്നെ എനിക്ക് വിസ തരണം. കാരണം മാതാവിൻ്റെ കയ്യൊപ്പിട്ടുള്ള ഒരു വിസയാണ്, 5 വർഷത്തെ വിസയാണ്. മാതാവിൻ്റെ കയ്യൊപ്പിട്ട വിസയാണെന്നുള്ള ജീവിതകാലം മുഴുവൻ എനിക്ക് ഓർത്തിരിക്കുക ഒരു പ്രൂഫ്. അങ്ങനെ 7-ാമത്തെ പേജിൽ തന്നെ എനിക്ക് വിസ അടിച്ചു കിട്ടി. ഞാൻ 9 മാസത്തോളം ഇതിൻ്റെ പുറകെ നടക്കുകയായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തപ്പം 3 മാസം അത് ഇച്ചിരി സമയപരിധി. പക്ഷെ അച്ഛൻ പറയുന്ന പോലെ സമയം അധികം എടുത്താലും അത് വലിയൊരു കൃപയിലേക്കുള്ളതിന് വേണ്ടിയാണ്. എങ്കിലും ഞാൻ 7-ാമത്തെ പേജിൽ എനിക്ക് എൻ്റെ വിസ അടിച്ചു കിട്ടി. അതുപോലെ തന്നെ ഞാൻ ജോലി ചെയ്യാം, ഇത് മാതാവിൻ്റെ തന്നെ ജോലി സ്ഥലമാണെന്ന് പ്രൂവ് ചെയ്യാനായിരിക്കണം. ഞാൻ ജോലി ചെയ്യാൻ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് സെൻറ്റ് മേരീസ് ബേ. അത് മാതാവിൻ്റെ പേരോടുകൂടി ഒരു സ്ഥലത്ത്. ഞാൻ ആദ്യമേ ഇത് ലൊക്കേഷൻ കിട്ടിയപ്പോൾ ആദ്യമേ നോക്കിയത് എത്ര പള്ളികൾ ചുറ്റുമുണ്ട് എന്നുള്ളതാണ്. പള്ളികളാൽ നിറഞ്ഞിരിക്കുന്ന സ്ഥലം. ആദ്യമേ നോക്കിയപ്പം ഗൂഗിളിൽ നോക്കിയപ്പോൾ ആദ്യമേ വന്ന പള്ളിയുടെ പേരും സെൻറ്റ് മേരീസ് ചർച്ച്. അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു അനുഗ്രഹമായിട്ട് തോന്നുകയാണ്. അങ്ങനെ എൻ്റെ വിസയുടെ തടസ്സങ്ങൾ മാറി, എൻ്റെ ജോലി ശരിയായി. ഞാൻ നാളെ വെളുപ്പിനെ 4:20 ഫ്ലൈറ്റിന് ഞാൻ UK-ക്ക് പോവുകയാണ്. ഇതാണ് എനിക്ക് കിട്ടിയ ആദ്യത്തെ അനുഭവം. പിന്നെ 2-ാമത്തെ അനുഭവം എന്ന് പറയുന്നത് എനിക്കൊരു രോഗസൗഖ്യമാണ്. എനിക്ക് പണ്ട് മുതലേ ജോയിൻസിനൊക്കെ ഭയങ്കര പെയിനുള്ള ആളാണ്. അതായത് ഷോൾഡറിന്, പിന്നെ വിരലിൽ, മുട്ടിന് എപ്പോഴും ഇത് മാറി മാറി ഇങ്ങനെ വേദനകൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പം എനിക്ക് കഴിഞ്ഞ ഡിസംബറിൽ ഭയങ്കര നടുവേദനയായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയ അന്ന് ഞാൻ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ കൊടുത്തിട്ടാണ് പോകുന്നത്. ഹോസ്പിറ്റലിൽ ചെന്ന് റിസൾട്ട് നോക്കിയപ്പം വൈറ്റമിൻ D ഭയങ്കര ഡെഫിഷ്യൻസി, CRP ESR ഹൈ ലെവല്. അപ്പം അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ മമ്മിക്ക് ഓൾറെഡി റുമറ്റോഡ് ആർത്രൈറ്റിസ് ഉണ്ട്, അപ്പം അതാവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. എന്നാലും ഓൾമോസ്റ്റ് അവർ പറഞ്ഞു ആർത്രൈറ്റിസ് ആകുമായിരിക്കും, കാരണം മദറിനുള്ളത് കൊണ്ട് ജനറ്റിക്കലി ഇത് വരാം എന്നിങ്ങനെ പറഞ്ഞു. പക്ഷെ ഞാൻ ഒത്തിരി വിഷമിച്ചു. ഞാൻ അന്ന് ഉടമ്പടി എടുത്തിട്ട് വന്ന ദിവസം ഞാൻ അന്ന് കരഞ്ഞ് ഒത്തിരി മാതാവിനോട് പ്രാർത്ഥിച്ചു. ഞാൻ ഉടമ്പടി എടുത്തിട്ട് വന്നിട്ടും എന്നെ നീ പരീക്ഷിക്കുവാണോ എന്ന് പറയാൻ ഒത്തിരി കരഞ്ഞു. പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വന്നത്, ഞാൻ പോകുന്നൊരു തണുപ്പുള്ള രാജ്യമാണ്, ഇങ്ങനെയുള്ളൊരു അസുഖം വന്ന് ഞാൻ എങ്ങനെ അവിടെ പിടിച്ചു നിൽക്കും ഒന്നും അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ എക്സ്റേ എടുത്തപ്പം എൻ്റെ സ്പൈനൽ കോഡ് ഭയങ്കര തിന്നായിട്ടും സ്ട്രെയിറ്റ് ആയിട്ടുമാണ് ഇരിക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് അവർ MRIക്ക് സജസ്റ്റ് ചെയ്തു. MRIക്ക് സജസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്നെങ്കിൽ ഇത് ആർത്രൈറ്റിസ് ആകാം, അതല്ലെങ്കിൽ ഡിസ്ബൾജിങ് ആകാം, അതും അല്ലെങ്കിൽ TB പോലുള്ളൊരു ഇൻഫെക്ഷൻ ആകാം, കാരണം CRPയും ESRും ഹൈ ലെവലായതുകൊണ്ട്. ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ച് പ്രാർത്ഥിച്ചു, മാതാവിൻ്റെ അടുത്ത് നന്നായി പ്രാർത്ഥിച്ചു. ഞാൻ ഉടമ്പടി വസ്തുക്കൾ MRIക്ക് കയറുന്നതിന് മുൻപ് യൂസ് ചെയ്തു. എൻ്റെ MRI റൂമിനകത്ത് ഞാൻ കിടക്കുന്ന ടേബിളിൽ ഞാൻ മെഷീനിൽ ഞാൻ ഉടമ്പടി ഉപ്പ് ചെറുതായിട്ട് വെച്ച് എന്നിട്ട് അതിന് മുകളിലാണ് ഞാൻ കിടന്നത്. അതുപോലെ തന്നെ തൈലം ഞാൻ എൻ്റെ നടുവിൻ്റെ ഭാഗത്ത് ഞാൻ തൂത്തിട്ടാണ് ഞാൻ MRIക്ക് അറ്റൻഡ് ചെയ്തത്. അത്ഭുതകരമെന്ന് പറയട്ടെ, എൻ്റെ MRI നോർമലായിരുന്നു, എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. എങ്കിലും അത് സന്തോഷവും സങ്കടവും ആഴ്ത്തി, കാരണം ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ വീണ്ടും പെയിൻ കില്ലർ തന്നു, കഴിച്ചു, മാറുന്നില്ല. വീണ്ടും കുറച്ചൊരു ഡോസ് കൂടിയ പെയിൻ കില്ലർ തന്നു. പക്ഷേ എനിക്ക് മരുന്ന് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ഒരാഴ്ചയുടെ മെഡിസിൻ കഴിച്ചിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ സ്പൈനൽ കോഡിൻ്റെ L1 L3 L5 റീജിയനിലായിരുന്നു പെയിൻ. അപ്പം ആ റീജിയനിലേക്ക് ഡയറക്റ്റായിട്ട് സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ കൊടുത്ത് പെയിൻ മാറ്റുക എന്നതായിരുന്നു ആകെ പ്രതിവിധി. അതെനിക്ക് ഭയങ്കര, കാരണം സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ ഒത്തിരി സൈഡ് എഫക്ട്സ് ഉണ്ട്, ഈ ചെറുപ്രായത്തിൽ അത് അത്ര നല്ലതല്ല എന്ന് എനിക്കറിയാം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ കംപ്ലീറ്റ്ലി മെഡിസിൻ ഉപേക്ഷിച്ചു. ഞാൻ എല്ലാ ദിവസവും എൻ്റെ നടുവിൻ്റെ വേദനയുള്ള ഭാഗത്ത് ഞാൻ ഉടമ്പടി തൈലം കുരിശ് വരച്ച് തൂത്ത് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അതോടൊപ്പം തന്നെ ഞാൻ ഉപ്പ് ചെറിയൊരു നുള്ള് കഴിക്കുകയും അതോടൊപ്പം ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പോഴത്തേക്കും ഉപ്പ് ഇട്ടായിരുന്നു കുളിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് എനിക്കറിയില്ല എന്നാണ് എൻ്റെ ഈ വേദന മാറിയെന്നറിയില്ല. ഇപ്പം നിലവിൽ 3 മാസമായി എനിക്ക് ഇതുവരെ ഒരു പെയിനില്ല. ഞാൻ വേറൊരു ഫർദറായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടില്ല. അത്ഭുതകരമായിട്ട് എൻ്റെ വേദന കംപ്ലീറ്റ്ലി ക്യൂറബിളായി. അതിന് മാതാവിൻ്റെയും ഈശോയുടെയും ഇടപെടൽ കൊണ്ട്
ഈ ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം കൊണ്ട് മാത്രമാണ് എനിക്ക് അങ്ങനൊരു രോഗസൗഖ്യം കിട്ടിയത്. ഇത് രണ്ടുമാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് ഉടമ്പടി വഴി കിട്ടിയ ദൈവാനുഭവം. പിന്നെ ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ, പ്രത്യേകിച്ച് മറ്റുള്ളവർ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ പ്രാർത്ഥിക്കുകയും അങ്ങനെ അവർക്ക് ഒത്തിരി അനുഭവങ്ങൾ ഞാൻ പ്രാർത്ഥിച്ച് ലഭിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് അക്കോമഡേഷൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, പെട്ടെന്ന് ശരിയാകുമോ, റെൻ്റൊക്കെ ഹൈലി കോസ്റ്റ് ആയിരിക്കുമോ എന്നൊക്കെ. പക്ഷെ അതെല്ലാം മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് തുച്ഛമായ പൈസയ്ക്ക് പെട്ടെന്ന് തന്നെ എൻ്റെ അക്കോമഡേഷൻ, UK-യിലുള്ള അക്കോമഡേഷൻ എല്ലാം ശരിയായി. ഇതെല്ലാം എനിക്ക് നടത്തി തന്നത് പരിശുദ്ധ അമ്മയും ഈശോ തിരുക്കുമാരനും മാത്രമാണ്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ഞാനൊരു യൂത്താണ്. എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് തന്നെ ഫ്രണ്ട്സ്, പിന്നെ എൻ്റർടൈൻമെൻറ്റ്, ട്രിപ്സ്, അങ്ങനെയൊക്കെ ഒരു മൊത്തത്തിൽ അങ്ങനെ ഒരു ലൈഫായിരുന്നു എൻ്റേത്. പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞാലും അതിനൊരു തീഷ്ണതയോ ഒന്നും ഉണ്ടായിരുന്നില്ല. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല. എൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു ദേഷ്യമായിരുന്നു, ദേഷ്യം പിടിച്ച ക്യാരക്ടറായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതോടുകൂടി ഞാൻ അടിമുടി മാറി എന്ന് തന്നെ പറയാം. എൻ്റെ ലൈഫ് സ്റ്റൈൽ മാറി, എൻ്റെ റൊട്ടീൻ മാറി. ഞാൻ 24/7 ഈശോയ്ക്കും മാതാവിനുമായിട്ട് തന്നെ സ്പെൻഡ് ചെയ്യാൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഒരു ദിവസം എത്ര കൊന്ത് ചെല്ലും എന്നുള്ളതിന് എണ്ണമില്ല. എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോകും. കരഞ്ഞുകൊണ്ടല്ലാണ്ട് എനിക്ക് ഒരു ദിവസം പോലും എൻ്റെ കുർബാന കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഒത്തിരി അധികം മാറ്റങ്ങളാണ് എൻ്റെ ലൈഫിൽ ഈ ഉടമ്പടി എടുത്തതോടുകൂടി വന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി യാതൊരു മടിയില്ലാണ്ട് പ്രാർത്ഥിക്കുവാനും മറ്റുള്ളവരോട് മാതാവിനെ പറ്റി പറയുവാൻ എനിക്ക് യാതൊരു മടിയുമില്ല. ഞാൻ എല്ലാ ദിവസവും അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കാണുകയും അത് ഞാൻ ഷെയർ ചെയ്യുകയും സ്റ്റാറ്റസ് ഇടുകയും ചെയ്യും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ സ്റ്റാറ്റസ് ഏകദേശം ഒരു 3 മാസത്തോളം വരുന്നതുകൊണ്ട് ഞാൻ പുറത്തോട്ടിറങ്ങും മിക്കവാറും ചോദിക്കും, നീ കൃപാസനത്തിൻ്റെ ആളാണല്ലേ എന്ന്. അപ്പം ആദ്യമേ ഒരു ഇറിറ്റേഷൻ ആയിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ പറയാം, ഐ ആം റിയലി പ്രൗഡ്. ഞാൻ റിയലി അഭിമാനിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നതാണ് എൻ്റെ ഏക മെറിറ്റ്. എനിക്ക് ഇതുവരെ കിട്ടിയ അനുഗ്രഹങ്ങളൊന്നും എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, പരിശുദ്ധ അമ്മയുടെയും ഈശോ തിരുക്കുമാരൻ്റെയും ഗ്രേസ് കൊണ്ടാണ്. ഇനിയും ഒത്തിരി ആൾക്കാർ ഇവിടെ വരുവാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നറിയാം. പലരും ഉടമ്പടി എടുത്തിട്ട് പോലും കറക്റ്റായിട്ട് ഇത് ഫോളോ ചെയ്യുന്നില്ലാത്തവർ ഒത്തിരി പേരുണ്ട്. പക്ഷേ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്ത് വന്നാൽ മാതാവ് നമ്മളെ തീർച്ചയായും സഹായിക്കും. മാതാവിന് ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം കറക്റ്റായിട്ട് ചെയ്താൽ മതി. പിന്നെ ഞാൻ എല്ലാ മാസവും വന്ന് പത്രം വാങ്ങുമായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് തന്നെ ഞാൻ പത്രം വാങ്ങി കൊടുക്കുക എന്നുള്ളത് എനിക്കൊരു ഹരമായി മാറി അവസാനമായി. കാരണം അത്രത്തോളം ഞാൻ പത്രം വാങ്ങി എല്ലാവർക്കും വിതരണം ചെയ്യുമായിരുന്നു. ഞാൻ VFSൽ പോയപ്പോൾ ഒത്തിരി ചെറുപ്രായക്കാർ ഇതുപോലെ വിസ അപ്പോയിൻമെൻറ്റിനായിട്ട് പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. അവർക്കെല്ലാം ഞാൻ പത്രം വിതരണം ചെയ്തു. പിന്നെ ചിലവരൊക്കെ പത്രം കൊടുക്കുമ്പോൾ മുഖം കറുപ്പിക്കുന്നവരുണ്ട്. ആദ്യമേയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു, എന്നെങ്കിലും ഇവർ തിരിച്ച് കൃപാസനത്തിൽ വരും. അതുപോലെ തന്നെ കൃപാസനം പത്രം ഓരോരുത്തർക്കും കൊടുക്കുമ്പം ഞാൻ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ എല്ലാ പത്രത്തിലും തൈലം കൊണ്ട് കുരിശ് വരച്ചു ഉപ്പിട്ടാണ് ഞാൻ ഓരോ ആൾക്കാർക്കും, അതും അർഹതപ്പെട്ട ആളുകളുടെ കൈകളിൽ ആണ് എന്ന് ഉറപ്പ് വരുത്തി ഞാൻ പ്രാർത്ഥിക്കണം, കൃപാസനത്തിൽ വരണം എന്ന് പറഞ്ഞാണ് ഓരോരുത്തർക്കും ഞാൻ കൃപാസനം പത്രം വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങളാണ് എനിക്ക് പരിശുദ്ധ അമ്മയും ഈശോ തിരുക്കുമാരനും എനിക്ക് നേടിത്തന്നത്. ഇതിനൊന്നും ഞാൻ ഒട്ടും യോഗ്യതയില്ല. പിന്നെ എൻ്റെ ക്യാരക്ടറിൽ എൻ്റെ ദേഷ്യം കുറഞ്ഞ് കമ്പാരറ്റീവ്ലി ലോ ആയി. അങ്ങനെ മൊത്തത്തിൽ എൻ്റെ ആ ഒരു റൊട്ടീനെ മാറി. അതായത് മൊത്ത സമയം മാതാവിനും ഈശോയ്ക്കും വേണ്ടി സ്പെൻഡ് ചെയ്യാൻ ഞാൻ തയ്യാറായി. എല്ലാ ദിവസവും ഞാൻ അരമണിക്കൂർ വിശുദ്ധ ഗ്രന്ഥം വായിക്കും. ഒത്തിരി ഞാൻ കേട്ടിട്ടില്ലാത്ത ഒത്തിരി വചനങ്ങൾ എന്നെ ഒത്തിരി സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ 23 വർഷക്കാലം ഞാൻ എന്തിനു ജീവിച്ചു എന്നത് ചോദിച്ചാൽ എനിക്കതിന് ഒരു ആൻസർ ഇല്ല. ഇപ്പോഴാണ് ഞാൻ ശരിക്കും ജീവിക്കാൻ തുടങ്ങിയത്. ഇപ്പോഴാണ് ഞാൻ ശരിക്കും പരിശുദ്ധ അമ്മയെയും ഈശോയെയും അറിയാൻ തുടങ്ങിയത്. ഈ സത്യം പറഞ്ഞാൽ എൻ്റെ 23 വർഷക്കാലം വേസ്റ്റ് ആയിരുന്നെന്ന് തന്നെ പറയാം. ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് തിരിഞ്ഞു പോകത്തില്ല. കാരണം എൻ്റെ ഈശോയും എൻ്റെ അമ്മയും എൻ്റെ ജീവിതാവസാനം വരെ എൻ്റെ കൂടെ ഉണ്ടായിരിക്കുമെന്നും ഞാൻ ഇനി പോകുന്നിടത്താണെങ്കിൽ പോലും എത്ര ബുദ്ധിമുട്ടും എത്ര കഷ്ടതകളും വന്നാൽ പോലും എൻ്റെ അമ്മ എൻ്റെ ഒപ്പം ഉണ്ടായിരിക്കുമെന്നും ഒരിക്കലും ഈ ഉടമ്പടിയിൽ നിന്ന് മാറി വ്യതിചലിച്ച് ജീവിക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അത് ഞാൻ ഈ അൾത്താരയിൽ നിന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും മുൻപിൽ വെച്ച് തരുന്ന ഒരു വാക്കാണ്. എൻ്റെ ജീവിതാവസാനം വരെ ഞാൻ ഉടമ്പടിയിലായിരിക്കും. അവിടെ പോയാലും ഞാൻ എൻ്റെ പ്രേക്ഷിത വേലയും കാരുണ്യ പ്രവർത്തികളും എനിക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലെല്ലാം ചെയ്യും. എൻ്റെ ആകെയുള്ളൊരു വിഷമെന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം വാങ്ങി എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇവിടെ എല്ലാ മാസവും ഞാൻ വന്നുകൊണ്ടിരുന്നതാണ്. അത് വരാൻ പറ്റില്ല എന്നൊരു ചെറിയൊരു വിഷമത്തോടെയാണ് ഞാൻ പോകുന്നത്. എങ്കിലും
കുഴപ്പമില്ല, ആയിരിക്കുന്ന മേഖലയിൽ എൻ്റേതായ രീതിയിൽ പ്രേക്ഷിത പ്രവൃത്തിയും അതുപോലെ തന്നെ ഉടമ്പടി പറ്റാവുന്ന രീതിയിലെല്ലാം ചെയ്യാൻ ഞാൻ ശ്രമിക്കും. ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും അച്ഛൻ്റെ ധ്യാനം മാക്സിമം ആ കറക്റ്റ് ടൈമിൽ തന്നെ കാണാൻ ശ്രമിക്കും. എന്തെങ്കിലും സാഹചര്യത്താൽ വീട്ടിലില്ലായ്ക വരികയോ അങ്ങനെയെങ്കിൽ മാത്രമാണ് ആ ടൈം ലാഗാവുന്നത്. കാണുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യും. ചില ദിവസങ്ങളിൽ ഞാൻ ഡെയിലി ബ്രെഡ് സ്റ്റാറ്റസ് ആയിട്ട് ഇടുമെങ്കിലും പേഴ്സണലായിട്ട് ആൾക്കാർക്ക് അയച്ചു കൊടുത്തില്ലെങ്കിൽ ചില ആളുകൾ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കും എന്തുകൊണ്ട് ഇന്ന് അയച്ചില്ല, അത് തീർന്നു എന്ന് വരെ ചോദിക്കുന്ന ആളുകളുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കാറുണ്ട്. അത് മറ്റുള്ളവർക്ക് വേണ്ടി എനിക്ക് വേണ്ടി അല്ലാണ്ട് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ഇന്നേ വരെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ വീട്ടുകാർക്കും എനിക്ക് വേണ്ടി അല്ലാണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ ഡെയിലി ലൈഫ് തന്നെ മാറി. മറ്റുള്ളവർക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കുവാനും അവരുടെ വിഷമത്തിൽ പങ്കുചേരുവാനും അവരെ മാതാവിനെ പറ്റി അറിയിക്കുവാനും എല്ലാം എനിക്ക് സാധിച്ചു. ഇപ്പം ഞാൻ പോകുന്നത് എൻ്റെ ഉടമ്പടി NRI ആക്കിയിട്ടാണ് പോകുന്നത്. പിന്നെ ഇതുവരെ തന്ന എൻ്റെ ആദ്യമേ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. സാധാരണ ആരെങ്കിലും ഒരാളേലും കൂടെ കാണുന്ന ജോലിക്ക് പോകുമ്പോഴത്തേക്കും, പക്ഷെ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. അതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്, വിഷമമുണ്ട്. പക്ഷേ എങ്കിലും ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. കാരണം മാതാവ് വിചാരിച്ചിട്ടുണ്ടായിരിക്കാം വേറൊരു സുഹൃത്ത് വേണ്ട, മാതാവ് തന്നെ കൂട്ടുമതി എന്ന് മാതാവ് വിചാരിച്ചിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും എനിക്ക് മാത്രം ഞാൻ ഒറ്റയ്ക്കായിട്ട് പോകുന്നത്. പിന്നെ ഈ ഉടമ്പടി കാശുരൂപം തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ധൈര്യം. ഇതെൻ്റെ കയ്യിലുള്ളിടത്തോളം കാലം എനിക്ക് ഒരിക്കലും വിഷമിക്കേണ്ടി വരത്തില്ല. അതെനിക്ക് 100% ഉറപ്പാണ്. എനിക്ക് ഇത്രത്തോളം അനുഗ്രഹം നേടിത്തന്ന എൻ്റെ മാതാവിനും എൻ്റെ ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം സമർപ്പിക്കുന്നു. നന്ദി.